അപ്പോൾ ഇന്ന് നമ്മളൊരു സൈക്കിളുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ 205 രൂപയാണ് ആയത്. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റിക്കർ അങ്ങോട്ട് വലിച്ച് കീറിക്കളയാം. അൺബോക്സിംഗ് ആയിട്ടൊന്നുമില്ല, കാര്യം ഇതിങ്ങനെ ഓരോന്നായിട്ട് വെച്ചേക്കുന്നത്, അതുകൊണ്ട് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ദാണ്ട പെഡലുകൾ തിരിയും, ബ്രേക്കിൻ്റെ കേബിളുണ്ട്. ബ്രേക്ക് പക്ഷേ വർക്കിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു മെക്കാനിസം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു സ്പോർട്സ് സൈക്കിള്. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണോ ചെങ് നമുക്കിത് ആക്ഷനുണ്ട്. അതായത് പെഡൽ ചവിട്ടുമ്പോൾ ഇത് തിരിയും. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് ദാണ്ട സ്റ്റാൻഡും ഉണ്ട് കേട്ടോ. സ്റ്റാൻഡ് ഇങ്ങനെ അടയ്ക്കാം തുറക്കാം. അപ്പോൾ ഇതാണ് സൈക്കിൾ. 205 രൂപയ്ക്ക്. ഇത് നമ്മുടെ നൈറ്റി മേള ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത, കേശവദാസപുരം. അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഇത് കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ടു, തൂക്കി, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇത് മേടിക്കാൻ കാര്യം, ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് നമുക്കൊരു ഷോക്കേസിൽ വെക്കാവുന്നൊരു സംഭവമായിട്ടേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പക്ഷേ ഞാനിത് മേടിച്ചതിനാണെന്നറിയോ, നമ്മുടെ വില്ലീസിൻ്റെ ഒരു ഓഫ് റോഡ് ജീപ്പ് വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഈ ടയറിൻ്റെ കളർ ബ്ലാക്കും കൂടെ ആക്കിയിട്ട് അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സൈക്കിൾ വെച്ച പോലെ തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇപ്പോൾ ബ്ലാക്ക് ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചുമ്മാ അങ്ങ് വെക്കാം, നമുക്ക് ഒരു പൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ കണ്ടോ. നമുക്കിത് മോഡിഫൈ ചെയ്ത് അതിലേക്ക് വെച്ചിട്ടുള്ള വീഡിയോ കൂടെ കണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളിതുപോലത്തെ ടോയ്ലറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടിയാൽ ഓരോ ദിവസവും ഓരോ വണ്ടിയുടെ റിവ്യൂ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ടാറ്റ പറഞ്ഞ് ബൈ ബൈ.